ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ഫൈൻ ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ തേർഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്ന് മുട്ട, ബജ്ജി, റൈസ്, ഫ്രൂട്ട്സ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് രാവിലെ നമുക്ക്. അപ്പോൾ നമ്മളത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നോൺ നോച്ച് ഗാർഡനിലേക്കാണ്. അത് അറൗണ്ട് ഒരു 500 ഏക്കർ വലിപ്പമുള്ളൊരു ഗാർഡൻ. അപ്പോൾ അത് കാണാനാണ് പോകണത് ഇന്ന്. റൂമിൽ നിന്ന് വണ്ടി വന്നു രാവിലെ, അങ്ങനെ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസൊക്കെ എത്താറാവുന്ന അടുത്തോടു കൂടിയിട്ട് ഇതുപോലെ കുറേ മൃഗങ്ങളുടെ സ്റ്റാച്യൂസും കുറേ ചെടികളും ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. നമ്മളതൊക്കെ കണ്ടിങ്ങനെ ഇവിടേക്ക് എത്താറായി. ഇവിടെ മെയിനായിട്ട് പല വലിപ്പത്തിലുള്ള ബോൺസായി ചെടികളുണ്ട് കേട്ടോ. വെറൈറ്റി സാധനങ്ങൾ. കണ്ടിട്ട് നമ്മളിവിടെ എത്തിയെന്ന് തോന്നുന്നുണ്ട്. വലിയ കുടിയൊക്കെ കാണാനുണ്ട്. ഇതാണ് തോന്നുന്നു എൻട്രൻസ്. ഇതന്നെ എൻട്രൻസ്. നമ്മളിവിടെ വന്നു. ഡ്രൈവർ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോരുകയാണ്. നല്ല തിരക്കുണ്ട്. ഇത്രയും വലിയ ഗാർഡൻ ആകുമ്പോൾ ഉള്ളിൽ ചെല്ലുമ്പോൾ തിരക്ക് ഫീൽ ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്തു. നമ്മൾ ഉള്ളിൽ കയറി. ഇതാണ് നമ്മൾ കയറുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന വെൽക്കം ഗേറ്റ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ടൂറ് പോലെ ഉള്ളു പരിപാടികളും കുറച്ച് സ്റ്റേജ് ഷോസൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ടൈമും കാറ്റലോഗൊക്കെ ഇതിൻ്റെ നമ്മൾ കയറി വയ്ക്കി ടിക്കറ്റിനൊപ്പം തരും. അപ്പോൾ നമ്മളത് കറക്റ്റ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിങ്ങിൻ്റെ ഉള്ളിൽ ഇത് കണ്ടു തീർക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 ഷോസ് ഉണ്ട്. അപ്പോൾ ഈ തായ്ലാൻഡിൻ്റെ കൾച്ചറുകൾ കാണിക്കുന്ന ഒരു ഷോ ആണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. ആനകൾ ഒരു നമ്മൾ ആനയ്ക്ക് ക്യാഷ് കൊടുത്ത് ഞാൻ അനുഗ്രഹിക്കുന്ന പരിപാടിയും കലാപരിപാടികളൊക്കെ ഇവിടെയുണ്ട്. ഇതിങ്ങനെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോയ്ക്ക് സമയമാവാറായുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അധികം നേരം ഇവിടെ നിർത്തുന്നില്ല. അതൊക്കെ ഉള്ളിലേക്ക് നടക്കുകയാണ്. ആനകൾ നൈസായിട്ടൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളിക്കണൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ടിക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഇതിൽ ഈ ഷോസ് എവിടെ നടക്കണ അതിൻ്റെ ഗേറ്റ് എൻട്രൻസ് നമ്പറൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ഉള്ളിൽ കയറി. അപ്പോൾ കയറി വഴി ഫസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സ്ഥലം. കാരണം വരണവർക്ക് എന്തെങ്കിലും മേടിക്കാനുള്ള കലാപരിപാടിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു ഫസ്റ്റ് ഗേറ്റിലെത്തി. ഇവിടെ നമ്മുടെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറുകയാണ്. കുറേ ദിനോസ് കുട്ടികൾ. അതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മൾ കയറി. ഇവിടെയും സെയിം തന്നെ നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരിപാടികൾ തുടങ്ങി. ഇത് മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കണ്ടോണം മറ്റേ ക്യാബിൻ പരിപാടികളൊന്നുമല്ല. ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ്, ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ ഡാൻസ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്.
സൗണ്ട് കേട്ടോ. നമ്മുടെ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഗോൾഡൻ ബുദ്ധ കാണാൻ പോണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഈ സെയിം ഡ്രാഗണിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞാന്നുണ്ട്, ഡ്രാഗൺ കുഞ്ഞിനെ വെച്ചിട്ടൊരു ഡാൻസ്. ഇവരിവിടെ യൂസ് ചെയ്യുന്ന മെയിൻ മ്യൂസിക്കൊക്കെ ഞാൻ കുറേ മ്യൂട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം എനിക്കറിയില്ല, കാരണം ഈ മ്യൂസിക് ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടില്ല എന്നുള്ളത്. കേൾക്കുമ്പോൾ പല മ്യൂസിക്കുകളും പലയിടത്തും കേട്ടിട്ടുള്ള പോലെ ഒരു ഫീലിങ്സ് തോന്നി. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വേറെ മ്യൂസിക് ഇട്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാമായിരുന്നു. നമ്മുടെ വാൾപ്പേറ്റ് പോലൊക്കെ തന്നെ, പക്ഷേ വടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു പെർഫോമൻസ് കാണാൻ നമുക്ക് എൻ്റെ അമ്മ. ഇത് ജസ്റ്റ് സ്റ്റേജ് മോട്ടല്ല, ആനയൊക്കെ കുറഞ്ഞ് യുദ്ധത്തെ യുദ്ധമാണ് നടക്കുന്നത്.
കൾച്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കഴിഞ്ഞ് വരും തോറും വീണ്ടും ഇത് നമ്മുടെ പണ്ടത്തെ ക്യാമറ സ്റ്റൈലിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോക്കാം. ഈ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇത് പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും സ്റ്റേജിലേക്ക് വന്നു. എല്ലാവരും നമ്മൾ വിഷൊക്കെ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് വന്നിട്ട് നമ്മൾ അടുത്ത ഷോയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എലിഫന്റ് ഷോ ആണ് നെക്സ്റ്റ്. അപ്പോൾ അത് അവിടേക്ക് പോകണു. ഇവിടെ പിന്നെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം. നോക്കട്ടെ എവിടെ ഇരുന്ന ഭംഗിയിൽ കിട്ടുന്നുള്ളത്. നമ്മളോട് അങ്ങോട്ട് കടന്നോളാൻ പറഞ്ഞു. ആനകളൊക്കെ സൈഡിലേക്ക് നിർത്തിച്ചിട്ട് നമ്മളിത് അങ്ങോട്ട് കിടക്കുകയാണ്. പല വലുപ്പത്തിലുള്ള ആനകളുണ്ട് കേട്ടോ, ഒരു സൈസൊന്നും അല്ല. ഷോ തുടങ്ങി. ആനകളുടെ മാർച്ച് ഫസ്റ്റ്. ആദ്യത്തെ പരിപാടി മറ്റേ ബലൂണ് എറിഞ്ഞു പൊട്ടിക്കുന്നതാണ്. അപ്പോൾ ബലൂൺ എറിയാനുള്ള ആനകൾ വന്നിട്ട് ബലൂണിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആന ഭയങ്കര സെറ്റപ്പ് നിർത്താനുള്ളത്. വിഷ് ചെയ്ത് ഭയങ്കര രസമായിട്ട് നമ്മളെ വിഷ് ചെയ്യണ ആള്.
കൊണ്ടില്ല കൊണ്ടില്ല. കുമ്പത്തൈന്ന് ചേമിയും തോന്നുന്നു രസമായിട്ടോ എന്തോ പൊട്ടി. 大象行不行？加油 ！Last day！ 哇，没事 ，OK OK。Let's go！ ഇപ്പം ടീമായിട്ടാണ് ടീം ബലൂൺ ചോദിച്ചിട്ടില്ല. ബാസ്കറ്റ് ബോൾ കളിയാണ്, നോക്കാം എന്താണ്. ഓ ഗോൾ ഗോൾ സെറ്റപ്പായിട്ട് ആള് ഇട്ടു. ആന ഈ എയിം ചെയ്ത് കാണാനല്ലോ പറഞ്ഞത്. അത് നിൽക്കുന്ന സ്റ്റൈലും ഉണ്ട്. ഒറ്റ എറിയാണ്ട്. ഓ അടിപൊളി അടിപൊളി. ഫുട്ബോളുണ്ട്. രണ്ട് ടീം തന്നെ ഒരാളോടെ ഗോളിന് ഗോളായില്ല.
ഇത് നല്ല പരിപാടിയാണ്. ആൾക്കാർ കിടന്നിട്ട് ആനേൻ്റെ മുകളിൽ കൂടെ കിടക്കുകയാണ്. അപ്പോൾ ഈ കിടക്കുന്ന ആൾക്കാരൊക്കെ ഈ ഓഡിയൻസിനെ വിളിച്ചു വരുത്തുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ ഇരുന്ന ആൾക്കാരെ വിളിച്ചിട്ടാണ് അവരാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ മുകളിൽ കൂടെ ആന നൈസായിട്ട് ഫസ്റ്റ് തുമ്പിക്കണ് ഇങ്ങനെ തൊട്ട് നോക്കും. എന്നിട്ട് പതുക്കെ കാല് വിട്ട് വെച്ചിട്ടാണ് അവർ പോകുന്നത്. അടുത്തത് ഒരു മത്താമ്മനെ കൊടുന്ന് കിടത്തുന്നുണ്ട്. സായിപ്പ് ചേട്ടൻ കൂടെ വന്നിട്ട് നൈസായിട്ട് വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ്. ഇവിടെ ചവിട്ട് കിട്ടി ചത്ത കോട്ട എന്നുള്ള സ്കീമാണെന്നുണ്ട് അങ്ങോട്ട്. ആളവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. ആന വന്നിട്ട് എന്താ ചെയ്യാൻ പോണേ നോക്കാം നമുക്ക്. എലിഫന്റ് മസാജിങ് കേട്ടോ. അതാ ആന തുമ്പിക്കൈ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ തുമ്പിക്കൈ മാത്രമല്ല, ചവിട്ടി മസാജാണ്. ഈശ്വര, നാല് ചവിട്ടിട്ട് ആനയും ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ മസാജിൻ്റെ അടുത്ത ആൾ വന്ന് കിടക്കുന്നുണ്ട്. ആന എന്താ ചെയ്യാന്നറിയില്ല, നോക്കാം. എല്ലാ ഉപദ്രവകാരികളല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, ഇത്രയും വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആനകളായിരിക്കും. അപ്പോൾ ഉപദ്രവിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ആന പടം വരയ്ക്കുകയാണ്. അപ്പോൾ ആന പടം വരയ്ക്കുന്നത് കാണാൻ നമുക്ക്. ഇതാണ് വരച്ചിരിക്കണ ഒരു മരം, നല്ല വെറൈറ്റി സാധനം. ഈ പടം അവർ നമുക്ക് തരും, ഈ ടീഷർട്ട്. അതിന് 300 ബാത്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ആകെ 5 പീസ് 4 പീസാണെന്നുള്ളൂ. ആ ചെക്കനത് മേടിച്ചു. അപ്പോൾ ആന വരച്ചിട്ടുള്ള ടീഷർട്ടാന്ന് പറയാമല്ലോ.
ആനയ്ക്ക് മറ്റേ റിബൺ കൊടുത്തിട്ടുണ്ട്. റിബൺ ചുറ്റിലും ഒക്കെയാണ് പരിപാടി. ഇരുന്നിട്ടൊക്കെയാണ് ചുറ്റുന്നവരുടെ. ഓ അടിപൊളി. ഓ അത് എന്ത് ഭംഗിയിലിരിക്കണം നോക്കി. റിബൺ കഴിഞ്ഞപ്പോൾ റിങ് അത് തുമ്പിക്കയിൽ കറക്കുന്നു. ഇരുന്നിട്ട് കൈ കൂട്ടുന്നുണ്ട് ചേട്ടാ. രണ്ട് കൈയും കൂട്ടി കൊട്ടാൻ ശ്രമിക്കുന്നുണ്ട്. മുട്ടുന്നില്ല, എന്നാലും നല്ല രസമായിട്ട് ആള് എവിടെ ഇരിക്കുന്നു നോക്ക്. അങ്ങനെ ഷോ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി. ഫുഡിനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ചിക്കൻ, പയറ്, മുട്ട, പരിപ്പ് കറി, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതിനുള്ളിൽ 4 റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്നാണ് ഫുഡ്. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. റൊട്ടി സാധനങ്ങളൊക്കെ കൂട്ടി നമ്മുടെ ഫുഡ്. ഇനി ഇതൊരു പിടിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫുള്ള് കാണാൻ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഒരു എപ്പിസോഡോടൊന്നും ഈ 500 ഏക്കർ തീരില്ലല്ലോ. അടുത്തൊരു എപ്പിസോഡ് കാണാം. അപ്പോൾ ബൈ.